പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ക്ലീനിങ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ലിവിങ് റൂമും ഡൈനിങ് റൂമൊക്കെ ചേർന്നൊരു ഹോള് ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഒരു ക്ലീനിങ് മോട്ടിവേഷൻ ആയിക്കോട്ടെ അല്ലേ. ഇന്ന് കുക്കിംഗ് ഒക്കെ കുറവാണ് കേട്ടോ. അതായത് ലഞ്ചൊക്കെ ചോറൊന്നുമല്ല, നമ്മുടെ ചപ്പാത്തി, ഫ്രോസൺ ചപ്പാത്തിയാണ്. അപ്പോൾ അത് ഈസിയാണല്ലോ. പിന്നെ കറിയും ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് കുക്കിംഗ് കുറവായ ദിവസം നോക്കി നമ്മൾ ക്ലീൻ ചെയ്യും. അപ്പോൾ ഇന്ന് പൊടിയൊക്കെ അടിച്ച് എല്ലാമൊക്കെ ഒന്ന് റീഅറേഞ്ചൊക്കെ ചെയ്ത് മോപ്പ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഡൈനിങ് റൂമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ക്ലീൻ ചെയ്യാം. ഓക്കെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഡെയിലി റുട്ടീനും മോർണിംഗ് വ്ളോഗൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. അതൊക്കെ എൻ്റെ കഴിഞ്ഞ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടതിനൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോസിനും കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് ഏത് ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടമാണ്. അതായത് ഡേ ഇൻ മൈ ലൈഫാണോ, ക്ലീനിങ് ആണോ, കുക്കിംഗ് ആണോ, അതോ മോർണിംഗ് റുട്ടീനാണോ, അതോ ലേസി ഡേ ആണോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇതുപോലെ കുക്കിങ്ങൊക്കെ കുറവുള്ള ദിവസം നോക്കി വേണം ക്ലീനിങ്ങിനൊക്കെ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളങ്ങ് ആകെ ടയേർഡായി പോകും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മളൊന്ന് ഫ്രീ ആവണം. നമ്മളെയും കൂടെ നോക്കണമല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു ദിവസം നോക്കി ക്ലീനിങ്ങിനായിട്ട് സെലക്ട് ചെയ്യും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതുപോലെ എല്ലാം വലിച്ചു വാരി വെച്ചൊന്നും ക്ലീൻ ചെയ്യാറില്ല കേട്ടോ. ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഞാൻ കുറേ നാളായി ഇങ്ങനെ പൊടിയൊക്കെ അടിച്ചിട്ട് സാധാരണ ഇങ്ങനെ ചെയ്യാറില്ല. എല്ലാം കൂടെ എടുത്ത് മാറ്റി വെച്ച് തുടയ്ക്കാറൊന്നുമില്ല. അപ്പം ഇന്ന് വിചാരിച്ചു ഇതൊക്കെ ആകെ മെസ്സായി എന്തായാലും. പിന്നെ ചെയ്തില്ലെങ്കിൽ മോശമാവും. അതുകൊണ്ടാണ് ഇന്നിപ്പം ഞാൻ ഇതെല്ലാം ഓരോന്നായിട്ട് മാറ്റി വെച്ച് പൊടിയൊക്കെ തട്ടി തുടച്ചിട്ട് ഞാൻ തൂക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഈ ടിഷ്യൂ ബോക്സ് കവർ നിങ്ങൾക്ക് ഇഷ്ടമായ എംബ്രോയിഡറി ഒക്കെ തയ്ച്ച ഒരു ടിഷ്യൂ ബോക്സ് കവറാണ് കേട്ടോ. അത് ഞാൻ ഇടാൻ ഇച്ചിരി പാടുപെടുന്നുണ്ട്, പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഇച്ചിരി ടൈം ലാപ്സ് കൂട്ടി സ്പീഡായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പം ഇത്ര സ്പീഡിലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ സ്ലോ ആയിട്ട് ചെയ്യുന്നൊരു പേഴ്സണാണ്. എനിക്കെല്ലാം ചെയ്യുമ്പോൾ ഇച്ചിരി ടൈം കൂടുതൽ എടുക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഇച്ചിരി ഞാൻ ഒരു സ്പീഡ് ഇച്ചിരി കൂട്ടിയിട്ടാലേ ഓടത്തുള്ളൂ. അപ്പോൾ ഇച്ചിരി സമയം എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ 8:30-9 മണിയായപ്പോഴത്തേക്കും ക്ലീനിങ് തുടങ്ങിയതാണ്. അപ്പോൾ കുറേ ടൈം എടുത്തു കേട്ടോ. ഒരു ഉച്ച വരെ എടുത്തു ഏതാണ്ട് ക്ലീൻ ചെയ്ത് തീരാനായി. പിന്നെ മാസത്തിൽ ഒരിക്കലെങ്കിലും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു പണിയാണ് ഈ പ്ലാന്റ്സിനെയൊക്കെ ഒന്ന് കുളിപ്പിക്കുക എന്നുള്ളത് കേട്ടോ. അത് അകത്തിരിക്കണം. അകത്ത് എനിക്ക് AC ഉണ്ടെങ്കിലും പക്ഷെ ഇച്ചിരി ആകെ ഡ്രൈ ആവുന്നുണ്ട് ഈ മണ്ണൊക്കെ. അപ്പോൾ നമ്മളിത് മൊത്തത്തിലൊന്ന് വാഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം. അല്ലെങ്കിൽ നമ്മൾ സ്പ്രേ ബോട്ടിലെടുത്ത് ചോരൊന്നായിട്ട് പോയി സ്പ്രേ ചെയ്യുന്നതിൽ എല്ലാം കൂടെ നമ്മളൊരു വാഷ്റൂമിൽ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ അങ്ങ് വെള്ളം ഫുള്ളായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്ത് അതിൻ്റെ റൂട്ട് വരെ നനയുന്ന രീതിയിൽ നന്നായി വെള്ളമൊക്കെ നനച്ചിട്ട് കുറച്ച് നേരം അവിടെ അങ്ങ് വെച്ചിരിക്കും വാഷ്റൂമിൽ. അപ്പോൾ വെള്ളമൊക്കെ ഏതാണ്ട് പോയി കഴിയുമ്പോൾ ഇങ്ങോട്ട് വയ്ക്കും. ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ നിങ്ങൾ കണ്ടോ, ഫുൾ മണ്ണാണ് കേട്ടോ. ആ ചട്ടിയിൽ നിന്നൊക്കെ അടിയിൽ നിന്നൊക്കെ വീണ മണ്ണും ആ സ്റ്റാൻഡിൻ്റെ അടിയിലും മണ്ണാണ്. അപ്പോൾ ഇനി എന്തായാലും ക്ലീനിങ് ആണല്ലോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തൂത്തിട്ട് തുടയ്ക്കും. നിങ്ങളൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്? റുട്ടീൻ വെച്ചിട്ടാണോ? അതായത് ഒരു ദിവസം ലിവിങ് റൂം, ഒരു ദിവസം കിച്ചൺ, ഒരു ദിവസം ബാത്റൂം ക്ലീനിങ്, അങ്ങനെയൊക്കെ വെച്ചാണോ നിങ്ങൾ ക്ലീൻ ചെയ്യുന്നത്? കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്കൊരു ഇൻസ്പിറേഷൻ ആവുമല്ലോ. സത്യം പറഞ്ഞാൽ എനിക്കിതൊക്കെ വലിയ മടി കേട്ടോ, എല്ലാം എടുത്ത് വെച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഉള്ള. പക്ഷെ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങ് നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞ് റൂമൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. ക്ലീൻ ആൻഡ് നീറ്റ് റൂം. അത് കാണുമ്പോൾ ഒരു ആശ്വാസത്തിന് വേണ്ടിയാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. പക്ഷെ നമ്മളിതൊക്കെ റെഗുലറായി ചെയ്താലുണ്ടല്ലോ ഒരു പോസിറ്റീവ് എനർജി തന്നെ റൂമിന് മൊത്തം ഫീൽ ചെയ്യും, നമ്മുടെ വീടിന് മൊത്തം. പിന്നെ ഏത് ഗസ്റ്റ് എപ്പോൾ വന്നാലും നമുക്ക് നല്ല കല്ല് പോലെ ഇരിക്കാം. ശരിയല്ലേ? ഇതിൻ്റെ പ്ലാസ്റ്റിക് പാം ചെടിയാണ് കേട്ടോ. ശരിക്കുള്ള ചെടിയൊക്കെ വെച്ച് നോക്കി പാമ്പിൻ്റെ, പക്ഷെ എല്ലാം കരിഞ്ഞ് തരിപ്പണമായിപ്പോയി. അപ്പം അതിനെയൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുവാണ്. പിന്നെ പൊടി തട്ടാൻ നമുക്ക് ഒരു ടവൽ വെച്ച് തുടയ്ക്കുകയും ചെയ്യാം കേട്ടോ. ചില സമയത്ത് ഞാൻ പൊടി തട്ടുന്നതിനോടൊപ്പം ടവൽ വെച്ച് തുടയ്ക്കാറുമുണ്ട്. ഒത്തിരി വൃത്തിയിടാണെങ്കിൽ തുടയ്ക്കും, ഇല്ലെങ്കിൽ പൊടി തട്ടും. അങ്ങനെ ഈ ബ്ലാങ്കറ്റ് ഇട്ടിട്ട് ഞാനൊരു വഴിയാണ് കേട്ടോ.
അത് നിങ്ങളെൻ്റെ ക്ലീനിങ് ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് കുറച്ച് കഴിഞ്ഞ് വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെ എത്തും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്ലീൻ ചെയ്യും, അത് വേറെ കാര്യം. എന്നെപ്പോലെ മടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ക്ലീനിങ്ങിനൊക്കെ. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണമെന്നറിയോ? ആദ്യം ഒരു കോഫി അങ്ങോട്ട് കുടിക്കുക. കോഫി കുടിച്ച് കഴിഞ്ഞാൽ എനർജിയൊക്കെ എവിടെ നിന്ന് വരുമെന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷെ നിങ്ങളൊക്കെ റെഗുലറായി ക്ലീൻ ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. എന്നെപ്പോലെ കുറച്ച് പേരെങ്കിലും കാണുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. ഞാൻ പിന്നെ ഒറ്റയടിക്ക് വീട് മൊത്തം ഒന്നും ക്ലീൻ ചെയ്ത് കളയത്തില്ല കേട്ടോ, എങ്കിൽ പിന്നെ ഞാൻ കിടപ്പിലായി പോവും. അപ്പം ഞാൻ ചെയ്യുന്നത്, ഇന്നിപ്പോൾ താഴത്തെ ഫ്ലോർ ക്ലീൻ ചെയ്യുകയാണല്ലോ. അപ്പോൾ താഴത്തെ ഫ്ലോർ എന്ന് പറയുമ്പോൾ ലിവിങ് റൂം, ആ ഹോളാണ് മെയിനായിട്ട് നോക്കുന്നത്. ചില സമയത്ത് ഞാൻ ഫുൾ താഴത്തെ ഫ്ലോറും ഏറ്റുപിടിക്കാറുണ്ട് കേട്ടോ, അതായത് കിച്ചണും മെയ്ഡ്സ് റൂമും എല്ലാം കൂടെ. ഇന്നിപ്പോൾ അതുവരെ ഒന്നും പോകുന്നില്ല, ഈ ഒരു റൂമാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു ദിവസം മുകളിലത്തെ ഫ്ലോർ, അങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. ഈ മോപ്പ് അടിപൊളി മോപ്പാണ് കേട്ടോ, ഇത് കുറേ വർഷമായി എൻ്റെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് നല്ലോണം അഴുക്ക് പോകും. ഞാൻ പിന്നെ നല്ലോണം ഡ്രൈ ആക്കിയിട്ടല്ല അത് തുടയ്ക്കുന്നത്, കുറച്ച് വെള്ളത്തോടെ തന്നെ അങ്ങ് തുടയ്ക്കും. നന്നായി അഴുക്ക് പോവുകയും ചെയ്യും ഇത് വെച്ച് തുടച്ച് കഴിഞ്ഞാൽ. പിന്നെ എൻ്റെ ഈ വീടിൻ്റെ ടൈൽസ് കണ്ടോ, അതൊരു ബ്രൗൺ കളർ ടൈൽസ് ആയതുകൊണ്ട് പിന്നെ അധികം അഴുക്കൊന്നും അറിയത്തില്ല. പക്ഷെ തുടച്ച് കഴിയുന്നതിൻ്റെ ഒരു വൃത്തിയുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ നിന്നാണ് തുടച്ച് പോവാറ്. സോഫയൊക്കെ ഇവിടെ ഉള്ള സ്ഥലത്തുനിന്ന് തുടച്ചിട്ട് പിന്നെ ലാസ്റ്റ് ഡൈനിങ് റൂമിൻ്റെ അവിടെയും പോയി തുടച്ച് അതങ്ങ് ഫിനിഷ് ചെയ്യും. പിന്നെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഞാൻ വെള്ളത്തിൽ വെച്ച് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെള്ളം മാറ്റി ഞാൻ വിട്ടുപോയി നേരത്തെ. അപ്പം ഞാൻ അതൊക്കെ എടുത്ത് ഉള്ള വെള്ളമെല്ലാം കളഞ്ഞ് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കഴുകി കൊടുത്ത് പ്ലാന്റ്സിനെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് എന്നിട്ട് അതിനകത്ത് പുതിയ വെള്ളം ഫില്ല് ചെയ്യണം കേട്ടോ. എന്നിട്ട് വെക്കുമ്പോൾ നല്ല ഫ്രഷായിട്ടിരിക്കുകയും ചെയ്യും. പ്ലാന്റ്സ് നല്ല പുതിയ റൂട്ട്സും കട്ടിങ്സും എക്സ്ട്രാ വരികയും ചെയ്യും. നല്ല ഗ്രോത്ത് ഉണ്ടാകും കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കുക തന്നെ വേണം. എന്നിട്ട് ഒന്ന് ക്ലീൻ ചെയ്തും കൂടെ കൊടുക്കണം. അതായത് അഴുകിയത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയും കൊടുക്കണം ഈ സമയത്ത്. എൻ്റെ കയ്യിൽ കൂടുതലുള്ളത് മണി പ്ലാന്റ്സ് ആയിട്ടോ. പിന്നെ കുറച്ചൊക്കെ നാട്ടിലൊക്കെ കൊണ്ടുവരും. ചിലതൊക്കെ പിടിക്കും, ചിലതൊന്നും പിടിക്കത്തില്ല. ആദ്യമൊക്കെ ഞാൻ ഒരുപാട് പ്ലാന്റ്സ് ഇവിടെ നിന്ന് മേടിക്കുമായിരുന്നു. പിന്നെ മനസ്സിലായത് ഇവിടെ എത്ര വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ എല്ലാം നാശമായി പോകും. അപ്പോൾ ഇപ്പോൾ അവസാനം കൂടുതലും മണി പ്ലാന്റ്സിൽ തന്നെയാണ് ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്തേക്കുന്നത്. അങ്ങനെ പിന്നെ എന്നെപ്പോലെ പ്ലാന്റ്സൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. ഏത് പ്ലാന്റ്സാണ് ഇഷ്ടം, എന്തൊക്കെയാണ് പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്നൊക്കെ. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഫൈനൽ ലുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. എന്തൊരു സാറ്റിസ്ഫാക്ഷനാണ്, ശരിയല്ലേ? ഫസ്റ്റ് മണമൊക്കെ കിട്ടാനായിട്ട് എയർ ഫ്രഷ്നർ കൂടെ അടിക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ ഏതാണ്ട് ഞാൻ ഒരു വഴിയായിട്ടുണ്ട് ഒന്ന് റീഫ്രഷ് ചെയ്യാനായിട്ട്. കുറച്ച് നാരങ്ങ വെള്ളത്തിൽ പാഷൻ ഫ്രൂട്ട് ജ്യൂസൊക്കെ ഒഴിച്ച് കുറേ ഐസ്ക്രീമൊക്കെ ഇട്ട് കുടിക്കുമ്പോൾ എന്തൊരു റിഫ്രഷിംഗ് ആണെന്നറിയാം. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.